ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ KP ശങ്കരദാസ് അറസ്റ്റിൽ. മജിസ്ട്രേറ്റും SITയും തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ശങ്കരദാസ് ICUവിലാണ്. ജിബിൻ JB വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജിബിൻ, ഹൈക്കോടതിയുടെ കടുത്ത വാക്കുകൾ നമുക്ക് ഓർമ്മയുണ്ട്. പക്ഷെ അത് പറയുമ്പോഴും ശങ്കരദാസ് എന്ന വ്യക്തിയുടെ ആരോഗ്യനില കൂടിയുണ്ട്. ഇപ്പോൾ മെഡിക്കൽ ICUവിൽ വെന്റിലേറ്ററിന്റെ ഒക്കെ സഹായത്തോടു കൂടിയാണ് ജീവൻ പോലും നിലനിർത്തുന്നത്. ആര്യ തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി ഇന്ന് കുറച്ച് മെച്ചപ്പെട്ടു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അദ്ദേഹത്തെ ICUവിൽ നിന്ന് റൂമിലേക്ക് മാറ്റിയിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. ഇതിന് പിന്നാലെയാണ് പ്രത്യേക അന്വേഷണ സംഘം, അതായത് SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘവും മജിസ്ട്രേറ്റും നേരിട്ട് ഈഞ്ചയ്ക്കലുള്ള ഈ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അദ്ദേഹം ചികിത്സയിലായിരുന്നത് ഇതേ ആശുപത്രിയിൽ തന്നെയാണ്. 7:30ക്കാണ് ഈ സംഘം ആശുപത്രിയിലേക്ക് എത്തുന്നത്. തുടർന്ന് ഇദ്ദേഹം ഉള്ള മുറിയിലേക്ക് എത്തി അവിടെ ഡോക്ടർമാരുടെ കൂടി സാന്നിധ്യത്തിൽ ഇദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് കൂടുതലായി വിലയിരുത്തി. അതിനുശേഷം അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് കൊല്ലം കോടതി മജിസ്ട്രേറ്റിനെ അറിയിക്കുന്നു. തുടർന്നാണ് അദ്ദേഹത്തിന്റെ അറസ്റ്റ് ഔദ്യോഗികമായി രേഖപ്പെടുത്തുകയും ചെയ്തത്. എന്തായാലും അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി അത്ര മോശമായതിനെ തുടർന്ന് അദ്ദേഹത്തെ നിലവിൽ ഈ ആശുപത്രിയിൽ തന്നെയാണ് ഇപ്പോഴും പാർപ്പിച്ചിട്ടുള്ളത്. മറ്റൊരിടത്തേക്ക് മാറ്റാനുള്ള നീക്കങ്ങൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. എന്തായാലും ഈ കേസിൽ ഏറ്റവും നിർണായകമായ ഒരു അറസ്റ്റ് തന്നെയാണ് ഉണ്ടായിരുന്നത്. കാരണം സ്വർണ്ണക്കൊള്ള നടന്ന കാലഘട്ടത്തിൽ, അതായത് 2019 കാലഘട്ടത്തിൽ ദേവസ്വം ബോർഡ് അംഗമായിരുന്നു ശങ്കർദാസിന്റെ വിജയകുമാറിന്റെ അറസ്റ്റ് ആദ്യം ഉണ്ടായിരുന്നില്ല. കാരണം ഈ തന്ത്രിക്കും പത്മകുമാറിനും വാസുവിനും ഒക്കെ ഉള്ള അതേ ഉത്തരവാദിത്തം തന്നെയാണ് ദേവസ്വം ബോർഡ് അംഗങ്ങളായ ശങ്കർദാസിനും വിജയകുമാറിനും ഉണ്ടായിരുന്നു. പക്ഷേ ഇവരുടെ രണ്ടുപേരെയും അറസ്റ്റ് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. തുടർന്ന് ഹൈക്കോടതി എന്തുകൊണ്ട് ഇവരുടെ രണ്ടുപേരുടെ അറസ്റ്റ് വൈകുന്നു എന്ന് ചോദിച്ചിരുന്നു. ഇതിന് തൊട്ട് പിന്നാലെ തന്നെ വിജയകുമാറിന്റെ അറസ്റ്റ് പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തി അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു. പക്ഷേ പിന്നീട് 2 ആഴ്ച പിന്നിട്ടിട്ടും പിന്നീട് ശങ്കർദാസിന്റെ അറസ്റ്റ് ഉണ്ടാകാത്ത ഒരു സാഹചര്യമുണ്ട്. തുടർന്നാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കോടതി എടുത്തു ചോദിച്ചത്, അതായത് ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ പിതാവായത് കൊണ്ടാണോ ശങ്കർദാസിന്റെ അറസ്റ്റ് വൈകുന്നത് എന്നുള്ള ഒരു പരാമർശം പോലും ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് രൂക്ഷമായ വിമർശനമായി ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി കൂടി അറസ്റ്റ് രേഖപ്പെടുത്തി. ശരി, മജിസ്ട്രേറ്റിനെ കൊണ്ടുപോയിട്ടാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പക്ഷേ പത്മകുമാരൻ അധ്യക്ഷനായിരുന്ന സമയത്തെ ദേവസ്വം ബോർഡ് പ്രതിനിധിയാണ് ശങ്കരദാസ് എന്നുള്ളത് വസ്തുതയാണ്. കാര്യങ്ങൾ ചോദിച്ചറിയണം. പക്ഷെ ആ കാര്യങ്ങൾ മൊഴിയെടുക്കാനും കാര്യങ്ങൾ ചോദിച്ചറിയാനുമുള്ള ആരോഗ്യാവസ്ഥയിലാണോ ശങ്കരദാസ്? നിലവിൽ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നതിനോ മൊഴി നൽകുന്നതിനോ ഉള്ള ഒരു സാഹചര്യമല്ല, ഒരു ആരോഗ്യസ്ഥിതിയിലല്ല ശങ്കർദാസ് ഉള്ളത്. അദ്ദേഹം പക്ഷാഘാതത്തെ തുടർന്ന് കഴിഞ്ഞ കുറച്ച് നാളുകളായി ചികിത്സയിലായിരുന്നു എന്നാണ് ഔദ്യോഗികമായി ലഭിക്കുന്ന വിവരം. ആശുപത്രിയിൽ തിരക്കിയപ്പോഴും അക്കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ, ഏകദേശം ഒരാഴ്ച കൊണ്ട് അദ്ദേഹം വെന്റിലേറ്ററിന്റെ കൂടി സഹായത്തോടു കൂടിയാണ് ജീവൻ നിലനിർത്തിയിരുന്നതും. പക്ഷേ ആരോഗ്യസ്ഥിതിയിൽ ഇപ്പോൾ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അതിനെ തുടർന്നാണ് അദ്ദേഹത്തെ ഈ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതേ തുടർന്ന്, അതായത് കൃത്യമായി തന്നെ ഈ ഹൈക്കോടതിയുടെ കൂടെ ഇടപെടലും പരാമർശം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ തന്നെ എല്ലാ ദിവസവും പ്രത്യേക അന്വേഷണ സംഘം ആശുപത്രിയിലെത്തി അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി വിലയിരുത്തുന്നുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് ആരോഗ്യസ്ഥിതിയിൽ നേരിയ പുരോഗതി ഉണ്ടായ ഒരു വിവരം ഈ ആശുപത്രിയിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത്. തുടർന്നാണ് മജിസ്ട്രേറ്റിനെ കൂടി കൊണ്ട് ഈ ആശുപത്രിയിലേക്ക് നേരിട്ടെത്തുന്നത്. അവിടെ എത്തി അവർക്ക് പ്രധാനമായി ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണെന്ന് ഡോക്ടർമാരുടെ സാക്ഷ്യപ്പെടുത്തുക എന്നുള്ളതാണ്. തുടർന്ന് ഡോക്ടർമാരുടെ പ്രത്യേക സംഘമുണ്ട്, അതായത് ഇദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി പരിശോധിക്കുന്നതിന് വേണ്ടി ആശുപത്രി നിയോഗിച്ചിരുന്ന ഒരു ബോർഡുണ്ട്. അവരുമായി ചേർന്ന മജിസ്ട്രേറ്റും പ്രത്യേക അന്വേഷണ ഉദ്യോഗസ്ഥരും ചർച്ച നടത്തി അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി, അത് ഈ അന്വേഷണവുമായി സഹകരിക്കാൻ പറ്റുന്ന ഒരു ആരോഗ്യസ്ഥിതിയല്ല അദ്ദേഹത്തിനെന്ന് മനസ്സിലായി. പക്ഷേ അറസ്റ്റ് രേഖപ്പെടുത്തുക എന്നുള്ളത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായിരുന്നു. ആ ഒരു ഘട്ടം അദ്ദേഹത്തിന്റെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തിയാൽ മാത്രമേ ഈ ഒരു കേസ് കോടതിയിൽ പോലും മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം അന്വേഷണ സംഘത്തിന് ഏറ്റവും രൂക്ഷമായ ഒരു വിമർശനം നേരിടേണ്ടി വന്നത് പോലും ഈ ശങ്കർദാസിന്റെ അറസ്റ്റ് വൈകുന്നത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു നിർണായകമായ ഘട്ടത്തിൽ ശങ്കർദാസിന്റെ അറസ്റ്റ് കൂടി ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആര്യ, ഇതിപ്പം ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വിമർശനം ഉയർന്നിരുന്നു. ശരിയാണ്, മുതിർന്ന ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ അച്ഛനാണ് എന്നുള്ള വിമർശനം ഈ ഒരു കേസ് ഉണ്ടായ സമയം മുതൽ തന്നെ അന്ന് പോയി ആശുപത്രിയിൽ അഡ്മിറ്റ്. പക്ഷേ ഇത് രോഗാവസ്ഥയാണ് എന്നുള്ളത് കോടതിയെ ബോധ്യപ്പെടുത്തുന്നതിൽ SIT പരാജയപ്പെട്ടത് കൊണ്ടായിരിക്കുമോ അത്? അതിനുള്ളൊരു സാധ്യത കൂടിയുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ഈ ശങ്കർദാസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്നും കൊല്ലം കോടതി പരിഗണിച്ചിരുന്നു. ആ സമയത്ത് പോലും ശങ്കർദാസിന്റെ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ചിട്ടുള്ള രേഖകൾ കോടതിയിൽ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിരുന്നില്ല. തുടർന്നാണ് ഇതിന് കൂടുതൽ സമയം വേണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുകയും ചെയ്തത്. അതേ തുടർന്നാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ വീണ്ടും മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് പോലും കൃത്യമായ ഒരു വിവരമില്ല, അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ടുള്ള രേഖകൾ അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നുള്ള ഒരു കാര്യത്തിൽ കൂടി സംശയമുണ്ട്. കാരണം കോടതി ഇക്കാര്യം ബോധിപ്പിക്കുന്നതിന് SITയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം കൂടി പ്രകടമാകുന്നുണ്ട്. കാരണം എന്ന് പറയുന്നത് അദ്ദേഹം ഈ ആശുപത്രിയിൽ ആദ്യഘട്ടത്തിൽ പക്ഷാഘാതത്തെ തുടർന്ന് കഴിഞ്ഞ് കുറേ നാളുകളായി ചികിത്സയിലായിരുന്നു. പക്ഷേ ഈ സ്വർണ്ണക്കൊള്ള കേസ്
വന്നതിന് ശേഷം അത് കോടതിയിൽ എത്തിയതിനു ശേഷമാണ് അദ്ദേഹം ആശുപത്രിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതാണ് കോടതിയും ചൂണ്ടിക്കാണിച്ചത്. ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ഉടനെ അതിൽ പെട്ട ഒരാൾ അല്ലെങ്കിൽ അതിൽ പ്രതിയായിട്ടുള്ളവർ, ഒരു സ്വർണ്ണക്കൊള്ള പോലെ ഒരു കേസിൽ പ്രതിയായിട്ടുള്ള ഒരാൾ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തി അവിടെ ചികിത്സയിൽ അല്ലെങ്കിൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്ന ഒരു സാഹചര്യമുണ്ട്. അത് എന്തുകൊണ്ടാണെന്നാണ് കോടതിയും ചോദിച്ചത്. എന്തായാലും അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി എന്ന് പറയുന്നത് ഈ ആശുപത്രിയിൽ ഏകദേശം കഴിഞ്ഞ ഒരാഴ്ച കാലമായി അദ്ദേഹം വെന്റിലേറ്ററിന്റെ കൂടി സഹായത്തോടു കൂടിയാണ് ജീവൻ നിലനിർത്തിയിരുന്നതെന്നാണ് ആശുപത്രിയിൽ നിന്ന് അറിയാനും സാധിച്ചത്. പക്ഷേ എന്തായാലും നിലവിൽ അദ്ദേഹത്തിന് ഈ അന്വേഷണ സംഘവുമായി അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിനോ മറ്റു വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് നൽകാനോ സാധിക്കുന്ന ഒരു ആരോഗ്യസ്ഥിതിയിലല്ല ശങ്കർദാസ് ഉള്ളത്. ശരി.